ഹലോ ഗായ്സ്, എല്ലാവർക്കും റെയിൻബോ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് 2 ഗ്ലാസ് റവയും അതിനൊപ്പം സെയിം അളവിൽ തന്നെ 2 ഗ്ലാസ് പാലും ഒഴിച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു സൈഡിൽ ശർക്കര ഉരുക്കാനായിട്ട് വെക്കണം. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ച റവ മാത്രം ഇട്ടിട്ടുള്ളൂ, റവയും പാലും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി അതിലേക്ക് ശർക്കര പാനി പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് അതിൻ്റെ മാറ്റർ റെഡിയാക്കണം. ഇങ്ങനെ ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം നല്ല പഴുത്തതായിരിക്കണം കേട്ടോ. ഇതിൽ വേറെ മൈദ ഒന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഹെൽത്തിയാണ്. റവയും പാലും പഴവും ശർക്കരയും. അങ്ങനെ ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. നാളികേരക്കൊത്ത് ഇങ്ങനെ കുനുകുനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളായിട്ട് കണ്ട. അതൊന്ന് വറുത്തെടുക്കണം. കണ്ടോ ഗൈസ്? അപ്പോൾ ഇത്രത്തോളമാണ് നമ്മൾ അരിഞ്ഞ് വെച്ച് നാളികേരക്കൊത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ ഉണ്ണിയപ്പത്തിലേക്ക്. അപ്പോൾ 2 ഗ്ലാസ് റവയിലേക്ക് 2 ഗ്ലാസ് പാലും പിന്നെ പാകത്തിന് മധുരത്തിന് നമ്മൾ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാവാൻ ഒരു കുറച്ച് നേരം വെച്ചാൽ മതി. അപ്പം തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ വറുത്ത് വെച്ച നാളികേരക്കൊത്ത് അവിടെ റെഡി ആയി കഴിഞ്ഞ് ബ്രൗൺ കളർ ഈ നിറത്തിലാണ് കേട്ടോ. ഗോൾഡൻ കളർ, ലൈറ്റ് ബ്രൗൺ കളറാണ്. അപ്പം ഇതിലേക്കാണ് നമ്മൾ ചൂടാക്കിയത് വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി ഇതിലേക്ക് നമ്മുടെ ഏലക്കായപ്പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അങ്ങനെ ഗൈസ് നമ്മൾ ചട്ടി വെച്ചു, അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് തിളക്കട്ടെ. ഇത് പോളൊക്കെ വരുന്നുണ്ട് കണ്ടോ, ഇങ്ങനെ പോളൊക്കെ ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇട്ട് തുടങ്ങണം ഉണ്ണിയപ്പം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കുഴിയിലിട്ടു, സെക്കൻഡ് അങ്ങനെ എല്ലാത്തിലും ഇട്ട് കൊടുക്കാം. കണ്ടോ എന്ത് പെട്ടെന്നാണ് അല്ലേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. അങ്ങനെ ഗായ്സ്, ഇതേ നമ്മുടെ ഉണ്ണിയപ്പം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കണു. കണ്ടോ ഇത്രത്തോളം ഉണ്ണിയപ്പം നമുക്ക് കിട്ടി. കണ്ടില്ല, നല്ല ഹെൽത്തി ആണ് കേട്ടോ. അയ്യോ നല്ല ചൂട്, നല്ല ഹെൽത്തി. റവ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് കണ്ടോ. ഒരു മൈദയോ അരിപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല, ബേക്കിംഗ് സോഡ ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ കണ്ടോ, ശർക്കരയും റവയൊക്കെ ഇട്ട്. അയ്യോ നല്ല ചൂട്. അതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഇതിലിടുമ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം. പിന്നെ എല്ലാ കുഴിയിൽ ഇട്ടതിന് ശേഷം നമ്മളത് സിമ്മാക്കിയിട്ട് വേണം പിന്നെ ഉണ്ണിയപ്പത്തിന് മറിച്ചിടാനൊക്കെ ആയിട്ട് കേട്ടോ. ഈ ഉണ്ണിയപ്പത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിന് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം എന്ന് പറയും. ഇത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതുള്ളൂ. എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് അമ്മയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ്, ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം. ഓക്കെ, നമുക്കിപ്പോൾ ഇന്ന് ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നി ഇപ്പം തന്നെ ഉണ്ടാക്കാവുന്നതുള്ളൂ. അതാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ണിയപ്പം ഉണ്ടാക്കാം. മറ്റേ നമ്മൾ തലേ ദിവസമൊക്കെ എല്ലാം റെഡിയാക്കി വെക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇന്ന് ഇപ്പോൾ ഈവനിങ്ങിൽ കഴിക്കണമെങ്കിൽ നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. നമ്മുടെ ടേസ്റ്റി ഡെലീഷ്യസ് ഉണ്ണിയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതുള്ളൂ ഇത്രയും പെട്ടെന്ന്. കണ്ടോ ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. റവയോണ്ടാന്ന് പറഞ്ഞറിയിക്കണം. നല്ല ടേസ്റ്റി സ്പോഞ്ചി ഉണ്ണിയപ്പം കണ്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റും ഉണ്ട്. ശർക്കരയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ.